അപ്പോൾ നമ്മുടെ തൃശ്ശൂർ പൂരത്തിനോടനുബന്ധിച്ചുള്ള എക്സിബിഷൻ സ്റ്റാർട്ട് ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ അത് ഒത്തിരി ആൾക്കാർ കാണാനും കയറാനും സാധനം പഠിക്കാനൊക്കെ വരുന്നുണ്ട്. അടിപൊളി പരിപാടിയാണ്. അത് എക്സിബിഷൻ എന്ന് പറഞ്ഞ ഒരു സംഭവമാണത്. നമുക്ക് അതിനുള്ളിൽ കയറിയിട്ട് അതൊക്കെ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് കണ്ടുവരാം. ഓക്കെ, വി ആർ ഗുരുവായൂരിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അത് നമ്മുടെ എക്സിബിഷന്റെ നമ്മളൊരു റിവ്യൂ ഇട്ടുണ്ടായിരുന്നു. നമ്മളോട് എക്സിബിഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ അതുപോലെ തന്നെ എല്ലാവരും വരണം. എക്സിബിഷൻ എന്ന് പറഞ്ഞൊരു സംഭവമാണ്. അതുകൊണ്ട് നമ്മളൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അപ്പൊ ആ എക്സിബിഷൻ സ്റ്റാർട്ടായിട്ട് ഒത്തിരി ആൾക്കാർ വരുന്നുണ്ട് ഇവിടേക്ക്. അപ്പൊ എന്താ വെച്ചാൽ നമ്മൾ അതിന്റെ ഉള്ളിൽ എന്തൊക്കെയാണെന്ന് നമുക്കറിയില്ല. ഒരുപാട് ഷോപ്പുകളുണ്ട്, ഒരുപാട് കച്ചവടക്കാരുണ്ട്, ഒരുപാട് സംഭവങ്ങൾ, അത്യാവശ്യം ആൾക്കാർ വന്നിട്ടുണ്ട്. നമുക്ക് അതിന്റെ ഉള്ളിൽ നിന്ന് പോയി നോക്കാം. നമുക്ക് എന്താണ് സംഭവം, നമുക്കത് പോയി നോക്കാം. അച്ഛൻ ടിക്കറ്റ് എടുക്കാണ്ടി വന്നിട്ടുണ്ട്. 40 രൂപയാണ് ടിക്കറ്റ് കൗണ്ടർ. നമ്മളന്നത്തെ വീട് കാണിച്ചത് അച്ഛൻ ജീപ്പ് ചെയ്തോണ്ടിരിക്കുകയാണ് ഇപ്പൊ. അപ്പൊ നമുക്ക് ടിക്കറ്റ് എടുത്തിട്ടാ നമുക്ക് ടിക്കറ്റ് ഒക്കെ എടുത്തിട്ടുണ്ട്. കാണിക്കാം. അപ്പൊ നമ്മൾ ടിക്കറ്റ് എടുത്ത് കയറാൻ പോകട്ടോ. മൂന്നാള് നമ്മള് ഫസ്റ്റ് തന്നെ വരുമ്പോ എൻട്രി ചെയ്ത് കയറി വരുമ്പോ കാണുന്നത് കുറെ പില്ലോസ് ഒക്കെയാണ്. കുറെ പില്ലോസ് ഐറ്റംസുകളാണ്. നല്ല അടിപൊളി പില്ലോസ് ആട്ടാ, സൂപ്പർ പില്ലോസുകൾ അല്ലേ, അടിപൊളി. ഇതിന്റെ റൗണ്ട് ഉണ്ട്. അത് കസേര മുകളിൽ സ്റ്റൂളിലൊക്കെ ഇരിക്കാൻ കാറിലൊക്കെ ഇരിക്കാൻ. അതുപോലെ തന്നെ ഈ നമ്മുടെ ചൂരലിന്റെ കസേര പിടിക്കും, ചൂരൽ കസേര. അപ്പൊ ആ കസേരയിൽ ഇടാനൊക്കെ അത് നല്ല കുഷിയായിട്ടിരിക്കാൻ, സുഖമായിട്ടിരിക്കാൻ പറ്റും. ചവിട്ടികളുടെ ശേഖരമാണ് പിന്നെ അങ്ങോട്ട് കേട്ടോ. ചവിട്ടികൾ കൊള്ളാം. മൊത്തം ചവിട്ടികളും വീതികള്, അതുപോലെ തന്നെ തലോണ കവറുകള്, അങ്ങനെയൊക്കെ ഉണ്ട്. മൊത്തം അങ്ങനത്തെ ഇതൊക്കെ അങ്ങനത്തെ ഏരിയകളാണ്. ടുഡേ ഓഫർ 3 ഡബിൾ ബെഡ്ഷീറ്റ് കിങ് സൈസ് 6 സൈസ് 1000 റുപ്പീസ്. ഇന്നത്തെ ഒരു ഓഫറാണ് കേട്ടത്, ടുഡേ ഓഫർ എന്ന് പറയുന്നത്. പക്ഷെ ഇത് എന്നുള്ള ഓഫർ ആയിരിക്കും, അതിങ്ങനെ കൊടുത്ത് കയറണം. അതുപോലെ തന്നെ ഈ മറ്റേ എന്താ പറയുക ഫില്ലോ കവറാണ്, ഫില്ലോ കവറുകളുണ്ട്. ഇതൊക്കെ ഓഫർ പ്രൈസ് ആണ് 1950. അവിടെ മൊത്തം അങ്ങനത്തെ ഐറ്റംസ് ആണ് മൊത്തം. പില്ലോസും അതുപോലെ തന്നെയുള്ള നമ്മുടെ ഇതൊക്കെ കർച്ചീഫുകളൊക്കെ ഉണ്ട്. അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ, കുറെ ഐറ്റംസ് ഉണ്ട്. നമുക്ക് ഉള്ളിലോട്ട് പോയി നോക്കാം, ഉള്ളിൽ എന്തൊക്കെയാണ്. ഇവിടെ മൊത്തം അങ്ങനത്തെ ഐറ്റംസ് ആണ്. ഇപ്പൊ കവറുകളൊക്കെ, തന്നോടെ കവർ സംഭവങ്ങളൊക്കെ. അപ്പൊ അതിന് തുണിയായിട്ടുള്ള ഐറ്റംസ് ഒക്കെ, ടോയ്സുകളെ കണ്ടുപോകാൻ ടോയ്സുകൾ, അതെ കുറെ ടോയ്സ് ഉണ്ട്. പിന്നെ അവിടെ ലേഡീസിന് ഐറ്റംസ് മൊത്തം, കമ്മല്, ഓർണമെന്റ്സ് ഒക്കെ. പിന്നെ ഇന്ന് അവധിയും കൂടിയാണ്, ഇന്ന് ദുഃഖ വെള്ളിയാഴ്ചയാണ്. അപ്പൊ അതിന്റെ അവധിയും കൂടി ആയതുകൊണ്ട് എല്ലാവരും ഫ്രീ ടൈം അല്ലേ, എല്ലാവരും അടിച്ചു കയറി വന്നു. ഞാൻ പറഞ്ഞ അവിടെ ഓർണമെന്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. മൊത്തം ഓർണമെന്റ്സ്. കാറ് സംഭവങ്ങളൊക്കെയാണ് കുട്ടികളുടെ കാറുകളൊക്കെ. ഏത് കുട്ടികൾക്കുള്ളതാണ് ഇത്? കുഞ്ഞു കുട്ടികൾക്ക്, വലിയ കുട്ടികൾക്കുള്ളതാണ്? എല്ലാതരം കുട്ടികൾക്ക് ഉപയോഗിക്കാം അല്ലേ? ഇവിടെ കംപ്ലീറ്റ് കുട്ടികളുടെ ടോയ്സുകളും അതുപോലെ തന്നെ ഈ മറ്റേ ലേഡീസിന്റെ കമ്മൽ, ഓർണമെന്റ്സ് ഐറ്റംസുകളൊക്കെ കംപ്ലീറ്റ് ഉള്ളതാണ്. ഇവിടെ വന്ന സെറ്റുകൾ നോക്കി, സെറ്റുകൾ കിടില സെറ്റുകൾ. അമ്പച്ച മൊത്തം ഫർണിച്ചർ അല്ല, ഫർണിച്ചറാണ്. സെറ്റ് നോക്കി, ഭംഗിയുള്ള സെറ്റുകളല്ലേ. നോക്കില്ല റേറ്റ് വരുന്നത്
34 റെക്സിന്റെ ആണല്ലേ? ലെതർ ആണ്, ലെതർ. റെക്സിനല്ല. കൊള്ളാം. ഇതിന് പണ്ടത്തെ ആൾക്കാരൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇവിടുത്തെ ഗ്ലാസ് ഒക്കെ കണ്ടില്ലേ? ഗ്ലാസ് ഒക്കെ വരുന്നവരടി സ്റ്റൈലാണ്. ബെഡും കാര്യങ്ങളൊക്കെ ഫർണിച്ചർ സംഭവം കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ മേശയും കസാരയൊക്കെയാണ്. ഇവിടെ മൊത്തം അങ്ങനത്തെ ഐറ്റംസ് ആണ് മൊത്തം. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ആദ്യം എൻട്രിയിൽ ഉണ്ടല്ലോ, അതേപോലെ തന്നെ ഇവിടെ അതേപോലെ തന്നെ സെറ്റപ്പ് കാര്യങ്ങൾ അല്ലേ? അതെ, ഇവിടെ കംപ്ലീറ്റ് അത് തന്നെയാണ്. കൊള്ളാം. ഡബിൾ കോട്ട് കോട്ടിന് എത്ര? എങ്ങനെയാ റേറ്റ്? 500 രൂപ. 500 രൂപ. 2 പീസിന് 500 രൂപ. 2 പീസ് ഡബിൾ കോട്ട് കോട്ടൺ സ്റ്റഫ് ആണ് അത്. കോട്ടൺ സ്റ്റഫ്. പടപടപടാന്നുള്ള തുണി, പേപ്പർ പോലെ സോഫ്റ്റ് കോട്ടൺ ആണ്. 2 എണ്ണത്തിന് 500 രൂപ എന്ന് പറയുന്നുണ്ട്. 250 രൂപ ഒരെണ്ണത്തിന്. നല്ല സൂപ്പർ ആണ്. എൻട്രിയിൽ കണ്ട പോലെ തന്നെ ഇവിടെയും ഫുൾ അങ്ങനത്തെ ഐറ്റംസ് ആണ്. അങ്ങനത്തെ ഐറ്റംസും കാര്യങ്ങളൊക്കെയാണ്. പിടിക്കാലോ. പിന്നെന്താ അതുപോലെ തന്നെ ഇവിടെ ഇതൊക്കെ അതുപോലെ തന്നെയാണ്. ചേട്ടാ ഇതൊക്കെ എങ്ങനെ വില വരുന്നത്? ബ്രഷ് ഇതൊക്കെ 2 അതെ അല്ലേ? പ്യൂർ കോട്ടൺ. പില്ലോ കവർ അല്ലേ? പില്ലോ കവർ, തലവണിക്കുന്നത്. ഓക്കെ, ഇതൊക്കെ അതിൽ പെട്ടാണ്. 2 200. അപ്പൊ ഒരെണ്ണത്തിന് 100 രൂപ ആണല്ലോ. ഇത് തന്നെ വരുന്നുള്ളൂ. കൊള്ളാലോ. നല്ല കോട്ടൺ ആട്ടോ, നല്ല സ്റ്റഫുകളാട്ടോ അതൊക്കെ. തലവണ കവറിനിടുമ്പോ അടിപൊളിയാണ്. അപ്പൊ നമ്മള് ഇവിടെ മറ്റേ എന്താ പറയാ, എക്സിബിഷന് ആൾക്കാർ വരുമ്പോ ഇവിടെ കയറി കഴിഞ്ഞാൽ നല്ല കോട്ടന്റെ സ്റ്റഫിൽ കിട്ടും. അടിപൊളി സാധനം കിട്ടും. തലവണക്ക് ഇടാൻ പറ്റുന്ന നല്ല കോട്ടൺ സ്റ്റഫുകളുണ്ട്. അടിപൊളി സാധനം കിട്ടും ഇവിടെ. സൂപ്പർ സാധനം ഉണ്ട് ഇവിടെ. ചേട്ടന്റെ പേരെന്തുറ്റാ? ചേട്ടാ പേരെന്താ? ജോണി. ഓക്കെ ഓക്കെ. ഇവിടെ കംപ്ലീറ്റ് അതൊക്കെ എന്ത് കളറുകൾ നോക്കിയതൊക്കെ അല്ലേ? നല്ല സൂപ്പർ കളറുകളാണ്. ഇത് ബെഡ്ഷീറ്റ് ആണ് ഇതൊക്കെ കേട്ടോ. നല്ല സ്റ്റൈലായിരുന്നു. പില്ലോ കവറുകളുടെ നല്ലൊരു ശേഖരം തന്നെയുണ്ട്. അപ്പൊ ഇവിടെ വരുമ്പോ ഇവിടെ കേറിയാൽ മതി. നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിലും പില്ലോ കവർ കിട്ടും. അടിപൊളി സാധനം കിട്ടും. അപ്പൊ നമ്മള് അങ്ങനത്തെ തുണി ഐറ്റം, പില്ലോ കവർ, അങ്ങനത്തെ ഐറ്റംസിനൊക്കെ ഇറങ്ങി നമ്മുടെ വീട്ടിലൊക്കെ കാണുന്ന പ്ലാസ്റ്റിക് കൊട്ട, കൈലുകള്, അങ്ങനെ കുറെ ഐറ്റംസ്. പില്ലോകൾ കിട്ടും. പില്ലോകള് പില്ലോസ് നമ്മൾ ആദ്യം കണ്ടല്ലേ? പില്ലോസ് നമ്മൾ ഇങ്ങനത്തെ കണ്ടത് നമ്മൾ അവിടെ നിന്ന്. അതെ അതെ. നമ്മളെ എൻട്രി കയറി വരുമ്പോ ഫില്ലോ ഇങ്ങനത്തെ കണ്ടത്. പിന്നെ അത് ഇങ്ങനത്തെ ഇതൊക്കെ ഉണ്ട്. ഫില്ലോസ് ഒക്കെ ഉണ്ട്. അത് നല്ല അടിപൊളിയാണ് ഇതൊക്കെ. ഇത് സിബ് വെച്ചാണല്ലേ? സിബ് വെച്ചിട്ടുള്ള ഇതൊക്കെ, സിബൊക്കെ വെച്ചിട്ടുള്ള ഫില്ലോ കവർ. സൂപ്പർ ഫില്ലോ ഫില്ല് ചെയ്തിട്ടുള്ളതാണ്. സുഖമായിട്ട് നല്ല സോഫ്റ്റ് തുണികൾ ഇതൊക്കെ ഉണ്ട്. തലവണ. ഇതിനുള്ളിൽ എന്താ വെച്ചിട്ടുണ്ടെ പഞ്ഞിയാണോ? അല്ല, ഇതിന്റെ ഉള്ളില് അതർ കോട്ടൺ കായ, പഞ്ഞി. ഓക്കെ ഓക്കെ, കോട്ടൺ കായാണ്. പഞ്ഞിയാണ് ഇതിനുള്ളിൽ വെച്ചിരിക്കുന്നത്. കോട്ടൺ കായ. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെയൊക്കെ പ്ലാസ്റ്റിക് കൊട്ട, കത്തി, അങ്ങനത്തെ ഐറ്റംസ് മൊത്തമാണ്. കിച്ചൺ ഐറ്റംസുകൾ. അതെ, കിച്ചൺ ഐറ്റംസ് അങ്ങനെയാണോ പറയുക. പാത്രങ്ങളും. ഈ ഭാഗത്തേക്ക് ഞങ്ങൾ എന്റെ വീട്ടിലുണ്ട് സത്യം പറഞ്ഞാൽ അങ്ങനത്തെ പാത്രങ്ങളൊക്കെ. അടിപൊളി സാധനങ്ങൾ. ഇവിടെ മൊത്തം നമ്മുടെ സിനിമയിലൊക്കെ കാണുന്ന പോലത്തെ കത്തികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചേട്ടൻ വീട് എവിടെയാ? കായംകുളത്തല്ലേ? മറ്റാളോ ചേട്ടായി? കോട്ടയം. നിങ്ങളുടെ സംസാരം കേട്ടപ്പോഴേ ഒരു തോന്നി. അതെ. ഇത് ചേട്ടായി ഇതൊക്കെ എന്തിന്റെയാണ്? ഇൻഡാലിയാണ്, ഇരുമ്പാണ്? അതെ അല്ലേ? കാസ്റ്റന്റെ ഐറ്റംസ് ആണ് ഇതെല്ലാം. കാസ്റ്റന്റെ ഇതൊക്കെ. ഉണ്ണിയപ്പത്തിന്റെ ചട്ടി വരുന്നുണ്ട് കേട്ടോ ഇവിടെ. അപ്പച്ചട്ടി, ഉണ്ണിയപ്പച്ചട്ടി, എല്ലാവിധ ഐറ്റംസുകളും ഉണ്ട് ഇവിടെ. അപ്പൊ എക്സിബിഷന് വരുന്ന ആൾക്കാര് ആ എൻട്രി കഴിഞ്ഞ് ഇവിടെ വരുമ്പോ അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാല് എല്ലാവിധ സാധനം കിട്ടും. കംപ്ലീറ്റ് സാധനം, എല്ലാവിധ കത്തികള്, എല്ലാവിധ, അതുപോലെ തന്നെ ദോശക്കല്ല് മുതല് ഉണ്ണിയപ്പച്ചട്ടി വരെ ഉണ്ട് ഇവിടെ. അതെ, എല്ലാ സാധനവും ഇവിടെ കിട്ടും. അതൊക്കെ തന്നെ. സോസ് പാൻ ചെറുത് ഇത് കണ്ടോ?
ഇതൊക്കെ എന്ത് ക്യൂട്ടാ കാണാല്ലേ. എന്ത് ഭംഗിയാണ്. കൊള്ളാം. ഇതെല്ലാം സൂപ്പർ ഐറ്റംസ്. ചേട്ടാ ഓക്കെ. ഇവിടേക്കൊക്കെ അതെ അങ്ങനത്തെ ഐറ്റംസ് മൊത്തം. മുകളിലൊക്കെ കെട്ടി വെച്ചിരിക്കുക മൊത്തമാണ്. മുകളിലൊക്കെ അവിടെ പാത്രങ്ങൾ കെട്ടി വെച്ചിരിക്കുക. ആണാ ആയിക്കോട്ടെ. അതിനെന്താ ഇതൊക്കെ ഇവിടെ ചായക്ക് ഉപയോഗിക്കാണ്ട് ഇങ്ങനെ ചായ ഇങ്ങനെ ആറ്റാൻ വേണ്ടി ഇങ്ങനെ ഉപയോഗിക്കാൻ വരുന്ന ഐറ്റംസ് ആണ് കേട്ടാ. വെള്ളം എടുക്കാം അങ്ങനെയൊക്കെ വരുന്ന ഐറ്റംസ്. ഇതെല്ലാം ഒറിജിനൽ തന്നെയല്ലേ? സ്റ്റീലിന്റെ തന്നെയല്ലേ? സ്റ്റീലിന്റെ അതല്ലേ? ഇതൊക്കെ എങ്ങനെ റേറ്റ് ഒക്കെ എങ്ങനെ വരുന്നത്? 100, 100. എവിടെ? എറണാകുളം. ഇയാളെവിടെ? കോട്ടയം. അതെ, അമ്പാലം വെച്ചൂര്. സ്റ്റീല് മാത്രല്ല അലുമിനിയത്തിന്റെ ഉണ്ട് അല്ലേ? അലുമിനിയം. ഇത് ISO മുദ്രയൊക്കെ ഉള്ളതാണല്ലോ അല്ലേ? അലുമിനിയം. അന്ന അലുമിനിയത്തിന്റെ ആണ്. അന്ന അലുമിനിയം. അതാണ് അവരുടെ ISO മുദ്ര. ശരിയാ. അപ്പൊ ഇതൊക്കെ എങ്ങനെയാണ് പേര്? ആരിഫ്. ഓക്കെ, ആരിഫ് എന്നാ പേര് പറഞ്ഞു. ആരിഫ് അല്ലേ പേര് പറഞ്ഞു? ഓക്കെ, അത് ശരി ഏട്ടാ. അൻഷാദ്. ഓക്കെ. കുൽഫിയുടെ പുതിയ ഐറ്റംസ് ആണ്. കുൽഫി ഒക്കെ ഐസ്ക്രീം കാരലൊക്കെ ഇല്ലേ? കുൽഫി അല്ല ചേട്ടാ, കുൽഫിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ പുതിയൊരു ഐറ്റംസ് ആണ്. നല്ല അടിപൊളി ഐറ്റം. അതെങ്ങനെ ഐറ്റംസ് ഉണ്ടാക്കുക? എങ്ങനെ ഉണ്ടാക്കുക? കുൽഫി ഐസ്ക്രീം ഉണ്ടാക്കുന്നത്. അതിലല്ലേ പെട്ടെന്ന് ഇതിന് മൊത്തം ഐസ്ക്രീമിന്റെ ആ സംഭവങ്ങളൊക്കെ ചേർത്ത് ഫ്രിഡ്ജിൽ വെക്കും. എന്നിട്ട് എടുക്കുമ്പോ കോൺ ഐസ്ക്രീം പോലെ അതെല്ലേ? അപ്പൊ അടിപൊളി സംഭവമാണ്. ഞാൻ പറഞ്ഞില്ല കുൽഫിയുടെ കാര്യമൊക്കെ സൂപ്പറാണ്. കുൽഫി ഐസ്ക്രീം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പുതിയ ഐറ്റം ആണത് അല്ലേ? അവിടെ നിന്ന് ഇറങ്ങി ഈ ഭാഗത്തേക്ക് എത്തി. ഇതൊക്കെ എന്താ സംഭവം? ഇവിടെ ഒരുപാട് ഐറ്റംസ്. ഇവിടെ ഈ വുഡ് ഐറ്റംസുകളാണ് കംപ്ലീറ്റ്. വുഡിന്റെ ഐറ്റംസ്, കൈലുകള്, അതുപോലെ തന്നെ ഈ സ്പൂണുകള്, അതെ, കരണ്ടികളെ. ചപ്പാത്തി വരുത്തണോ? ചപ്പാത്തി അല്ല, അത് ആവണപ്പലക എന്ന് പറയും ഇരിക്കുന്നത്. ഇതും അതുപോലെ തന്നെ ആവണപ്പലകയിൽ ആവണപ്പലക. അതുപോലെ ഇത് കണ്ടോ, ചട്ടുകങ്ങളുണ്ട്. നമുക്ക് ദോശ ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കാൻ അങ്ങനെ കംപ്ലീറ്റ് വുഡ് ഐറ്റംസുകളുടെ ഐറ്റംസ് ആണ്. അടിപൊളി സംഭവം, സൂപ്പറായിട്ട്. വുഡിന്റെ ഒത്തിരി സാധനങ്ങളുണ്ട്. ഇതൊക്കെ ഇവിടെ കുളത്തിടാൻ തോന്നുന്നു. നമ്മുടെ അങ്ങനെ ഇവിടെ ഏതാണ്ടല്ലേ ഇതേപോലെ അണി വെച്ചിട്ട് തൂക്കിടാനുള്ളത്. അതിനുള്ള ഡ്രസ് ചാവി തൂക്കിടാനൊക്കെ ഉപയോഗിക്കുന്നല്ലേ? ഇത് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്ന ഐറ്റം? വളകൾ തൂക്കിയിട്ടുള്ള വള അങ്ങനെയൊക്കെയാണ്. ഇവിടേക്ക് ഇപ്പൊ ക്യാപ്പുകള്, ബെൽറ്റുകള്, ക്യാപ്പ്, ബെൽറ്റ് അങ്ങനെയുള്ള ഒരുപാട് കണ്ണടകള്, കൂളിംഗ് ഗ്ലാസുകൾ, ഏത് തരം നല്ല ഭംഗിയാക്കി തരണ സ്കൂട്ടറൊക്കെ ഓടിക്കാം. സ്കൂട്ടറൊക്കെ റൈസിംഗ് നല്ല സോഫ്റ്റ്. ഒരുപാട് വാച്ചുകളുടെ ഇപ്പൊ ഒരു ചേട്ടൻ ഇത് കൂടെ വർത്തമാനം പറഞ്ഞു പോയിരുന്നു. 200 രൂപ എന്നൊക്കെ പറഞ്ഞു പോയിട്ട്. നമ്മുടെ വാച്ചുകളിൽ തന്നെ ക്യാപ്റ്റൻ അമേരിക്കയുടെ ഒക്കെ ലോഗോ ഉള്ള വാച്ചൊക്കെ ഉണ്ട്. അടിപൊളിയാണ്. അതിന്റെ ഷീൽഡിനൊക്കെ ചൈനീസ് വാച്ചുകളൊക്കെ ഉണ്ട്. എല്ലാ ഐറ്റംസ് ഉള്ള അതിൽ ഭരണി ഐറ്റംസ്. അച്ചാറൊക്കെ ഇടാൻ പറ്റുന്ന അച്ചാറിടാൻ പറ്റുമോ? പിന്നെ അച്ചാറിട്ടൊക്കെ ഉപ്പിലിട്ട മാങ്ങ ഉപ്പിലിട. അതുപോലെ തന്നെ ഉപ്പിട്ടേക്കും ഇതില്. ഉപ്പുകള് അങ്ങനെയുള്ള ഐറ്റംസുകളൊക്കെ, പഞ്ചസാര, ഉപ്പ് അങ്ങനെയുള്ള ഐറ്റംസുകൾ ഇട്ടേക്കും. അച്ചാറിട്ടേക്കും. അതിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന സാധനമാണത്. ഭരണി. പിന്നെ അതിന്റെ മുകളില് ഗ്ലാസുകളുടെ ശേഖരമാണ്. ചായ കുടിക്കുന്നത് 6 കപ്പിന് 150 രൂപ. ആലോചിക്കാം, 6 കപ്പിന് 150 രൂപ കൊള്ളാല്ലേ? 150 രൂപ കൊള്ളാം. അടിപൊളിയായിട്ട് 6 കപ്പിന് 150 രൂപ. നല്ല സൂപ്പർ. നമുക്ക് ഇഷ്ടമുള്ള ഒരേ കളറാവും മൊത്തം. അപ്പൊ ഒരു കപ്പിന് 25 രൂപ. 25 രൂപ. അപ്പൊ നമുക്ക് കപ്പൊക്കെ വാങ്ങിക്കണമെങ്കിൽ ഇവിടെ വന്നാൽ മതി. അവിടെ 6 കപ്പിന് 200. അതെ, അടിപൊളി കപ്പുകൾ നമുക്ക് കിട്ടും. 5 എണ്ണം 100 രൂപ. അതുപോലെ തന്നെ ഞങ്ങളിവിടെ വന്നപ്പോ സത്യം പറഞ്ഞിട്ടുണ്ടല്ലോ, ഇവിടെ വിൽക്കണമായിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. തൃശ്ശൂരുകാര് മാത്രല്ല, കോട്ടയം, എറണാകുളം, പത്തനംതിട്ട, അവിടെ പല പല സംസ്ഥാനത്തുള്ള കായംകുളത്തുള്ളവരുണ്ട്, ജില്ലകളിൽ അങ്ങനെ കുറെ സ്ഥലത്തുള്ളവരുണ്ട്. തമിഴ്നാട്ടിൽ നിന്ന് ഈ എക്സിബിഷൻ എന്ന് പറയുന്നത് ഒരുപാട് ആൾക്കാരെ കഷ്ടപ്പെടാണ്. അതെ അതെ. അപ്പൊ നമ്മൾ ഇവിടെ വരുമ്പോ നമ്മൾക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ നമ്മൾ മേടിക്കണം തോന്നുമ്പോ നമ്മളത് മേടിക്കണം. നമുക്ക് ഇഷ്ടപ്പെട്ടു നമുക്ക് വേണം തോന്നുന്നുള്ള ഇഷ്ടപ്പെട്ട സംഭവം മൊത്തം വാങ്ങിക്കാനുള്ള സ്ഥലം ഇവിടെ കിട്ടും. ഇവിടെ അതാണ് പ്രത്യേകത. എക്സിബിഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, എല്ലാവരും സാധനങ്ങളും കിട്ടും. നമ്മളിത് ആ ഭാഗം കണ്ടില്ലേ, ആ ഭാഗത്തേക്ക് 6 കപ്പിന്
150 രൂപ. ഇവിടെ വന്നപ്പോ 6 കപ്പിന് 200. പല അത് ഡിസൈനിലും വ്യത്യാസം, വലുപ്പം, പല രീതിക്കുള്ള വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. ക്വാണ്ടിറ്റിക്ക് അവിടെ നിന്ന് വ്യത്യാസം, ഇവിടെ വ്യത്യാസം. എല്ലാം എന്താ വെച്ചാൽ അടിപൊളിയാണ്. 6 എണ്ണക്ക് 150, 200. അടിപൊളിയാണ്. പിന്നെ ഇവിടെ ഇത് 5 കപ്പിന് 100. 5 കപ്പിന് ചുങ്കുടിയും കുഞ്ഞതായിരിക്കട്ടെ, ചെറുതായിരിക്കും. പിന്നെ ഇത് ഇടുന്നതാണ്, ഈ ഫ്ലവർ ഇടുന്ന ഐറ്റോണീസ് ആണ്. ഫ്ലവർ ബൊക്കെ നമ്മുടെ ഷോക്കേഴ്സുകളിലൊക്കെ വെക്കാൻ പറ്റുന്ന, മറ്റേ റൂമിലൊക്കെ വെക്കാൻ പറ്റുന്ന നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഐറ്റോണീസ് ആണ്. ഇതിൽ 2 ഡിസൈൻ ചെയ്യുമ്പോൾ അതിന്റെ രീതിക്ക് ഭംഗിയായിട്ട് അടിപൊളിയാണ്. അതെ, ഇതൊക്കെ അതിൽപ്പെട്ട ഐറ്റംസ് ഉള്ള കേട്ടോ. ഇതൊക്കെ ഇതാണ് നമ്മുടെ പണ്ടൊക്കെ കാശും കൊടുക്കാന്ന് പറയും. കാശ് കൊടുക്കുക ഭരണികളൊക്കെ ഉണ്ട്, പണ്ടത്തെ രീതിയിലുള്ള കളർ ഐറ്റംസ് ഒക്കെ ആയിട്ട് ഭരണികള്. പിന്നെ അവിടെ ചില്ലും കുപ്പി 4 കുപ്പിക്ക് 4 ഗ്ലാസ്സിന് 100 രൂപ. ഫുള്ള് വൈറ്റ് ആട്ടോ. അതെ, ഫുള്ള് ഗ്ലാസ് ഐറ്റംസ് ആണ്. കൊള്ളാം, സൂപ്പറാണ്. അപ്പൊ അവിടെ നിന്നൊക്കെ വന്ന് നമ്മൾ ഇവിടെയൊക്കെ വന്നപ്പോ വരുമ്പോ കിഡ്സുകളുടെ ഉടുപ്പുകളാണ് മൊത്തം. കുട്ടികളുടെ കിഡ്സ് ഉടുപ്പുകൾ, പെൺകൊച്ചുങ്ങളുടെ മെയിൻ ആയിട്ടുള്ള ഐറ്റംസ് കംപ്ലീറ്റ് ഉള്ള കുട്ടികൾക്ക് ഏത് തരം മോഡൽ വേണമെങ്കിലും ഉണ്ട്. ബോയ്സ് അല്ല ഗേൾസ്. ഇതൊക്കെ ഫിക്സഡ് ആണ് കേട്ടോ. റേറ്റുകളെല്ലാം ഫിക്സഡ് ആണ്. നമുക്കിവിടെ വില പേശി ചോദിക്കാനൊന്നും പറ്റില്ല. കാരണം ഫിക്സഡ് റേറ്റ് 250 രൂപ. അത് ഫിക്സഡ് റേറ്റ് മലയാളികൾ പറയുമ്പോൾ അങ്ങനെയാണല്ലോ. അതെ, എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ എന്തെങ്കിലും 150 രൂപ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യട്ടാ. അവരുടെ ഇല്ല അവിടെ. കാരണം ഫിക്സഡ് ആയിട്ടിരിക്കുന്നത്. കാരണം അതിനുള്ളത് ഉണ്ട് കേട്ടോ, അതിനുള്ള ക്വാളിറ്റി ഉണ്ടാവും. അതാണ് അത്രയും. നല്ല രസമുള്ള ഇവിടെ ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ അടിപൊളി ഡ്രസ്സ്, കുട്ടികൾക്ക് പറ്റുന്ന നല്ല ഡ്രസ്സൊക്കെ വാങ്ങിക്കാൻ സൂപ്പറാണ്. അവിടെയൊക്കെ തൂക്കിട്ട് കണ്ടില്ലേ, കൊള്ളാല്ലേ ഉടുപ്പ്. ഇവിടെയൊക്കെ അതെ അങ്ങനത്തെ. ഇവിടെ ഈ ഭാഗം മൊത്തം കുട്ടികൾക്കാണ്. 150 തൊട്ട് 300 രൂപ വരെ ഉണ്ട് ഇവിടെ. അതെ, പെൺകുട്ടികൾക്ക് പറ്റുന്ന എല്ലാതരം ഐറ്റംസ്. ഇവിടെ വന്നപ്പോ എല്ലാവരുടെയും കണ്ണും മഞ്ഞളിക്കും. കാരണം എന്താ വെച്ചാൽ മാലകള് അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്. സ്റ്റോർ അതന്നെ, വള, കുപ്പി വള, സ്വർണ്ണവള ഇല്ല, സ്വർണ്ണം കളറുള്ള വളകളൊക്കെ ഉണ്ട്, ഡിസൈനുള്ള വളകളുണ്ട്, ക്ലിപ്പ് ഉണ്ട്, മാലകളുണ്ട്, ഇഷ്ടം പോലെ കാര്യമുണ്ട്. ഇവിടെയൊക്കെ തൂക്കുന്നു. ഇവിടെ മെയിനായിട്ട് വന്നപ്പോ തന്നെ മൊത്തം തൂക്കിയിടിയത് മുകളില്. സ്ഥലമില്ലാത്തോണ്ടാവും ചിലപ്പോ. അതെ, ഓരോ ലേഡീസിന്റെ ഒരു വളകളുണ്ട്. കണ്ടില്ല, അയ്യോ ചോപ്പും പച്ചയും ഐറ്റംസുകളും മൊത്തം ഇവിടെ ഉള്ളത്. അതെ, കംപ്ലീറ്റ് ലേഡി ഐറ്റംസിന് പറ്റുന്ന എല്ലാ ഐറ്റംസുകളും ഉണ്ട്. ഇപ്പൊ നമ്മള് അതെ, ഉടുപ്പിന് ചേരുന്ന പച്ച കളറിന്റെ നമുക്ക് ഒരെണ്ണം പടയ്ക്കാം. അതുപോലെ തന്നെ മുന്നൊക്കെ ആൾക്കാര് കാശൊക്കെ ആയിരുന്നു കൊണ്ടുവരുന്നത്. ഇപ്പൊ ജിപേയും ഗൂഗിൾ പേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ കുറെ വ്യത്യാസം വന്നിട്ടുണ്ട് ഇപ്പൊ അല്ലേ. വലിയ കാശൊന്നും ബാഗിൽ കെട്ടിപ്പൊളിഞ്ഞ് കൊണ്ടുവരേണ്ട ആവശ്യമില്ല, ഫോൺ ഉണ്ടെങ്കിൽ ഗൂഗിൾ പേ. അപ്പൊ ഇവിടെ മൊത്തം അല്ലേ ബാഗ് ഐറ്റംസ് നല്ല ക്യൂട്ട് ആയിട്ടുള്ള ബാഗാണ്. നല്ല രസം ഇട്ടത് കാണാം. ഇത് മുടഞ്ഞ് ഉണ്ടാക്കിയ പോലത്തെ ബാഗ്. ഇവിടെ മൊത്തം അതെ ഇങ്ങനത്തെ കണ്ടില്ല. ഇവിടെ വില വരുന്നത് 450, 450 രൂപ ഇതിന്റെ വില വരുന്നത്. അപ്പൊ അതുപോലെ തന്നെ നൂലിന്റെ ബാഗ് ഉണ്ട്. ഇതൊക്കെ നല്ല ക്യൂട്ടായിട്ടുള്ളതാണ്, നല്ല സ്റ്റൈലായിട്ടുള്ള ഐറ്റംസുകളുണ്ട്. കുഞ്ഞു കുഞ്ഞു ബാഗുകള്. ഇവിടെ മൊത്തം ബാഗ് ഐറ്റംസുകളാണ്. ലേഡീസ് ആയിട്ടുള്ള ഐറ്റംസ് ഫുള്ള് കളർഫുൾ ആണ് സത്യം പറഞ്ഞ. ഇതാണ് കോലാപുരി ചെരുപ്പ് എന്ന് പറയുന്നത്. ഗുജറാത്ത് പോലത്തുള്ള, ഗുജറാത്ത് അവിടെയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു സാധനമാണ് കോലാപുരി ചെരുപ്പ്. അതെ അതെ, ശരി. നല്ല അടിപൊളി ലേഡീസിന്റെ തന്നെ കളക്ഷൻസ് ആട്ടോ. കംപ്ലീറ്റ് ലേഡീസിന് വേണ്ടിയുള്ള ചെരുപ്പ്. ചെറിയ കുട്ടികളുടെ എന്ത് ഭംഗിയാ നോക്കിയേ. രാജസ്ഥാൻ മോഡൽ അല്ലേ? കല്ലൊക്കെ ഒട്ടിച്ചിട്ടുള്ള രാജസ്ഥാൻ മോഡല്. അടിപൊളി സൂപ്പർ ചെരുപ്പുകൾ. എന്നുവെച്ചാ ഈ അങ്ങനത്തെ ഈ കോലാപുരി ചെരുപ്പിനെ പ്രത്യേകത എന്ന് വെച്ചാലേ നല്ല കളറാണ്. ചുവപ്പ്, മഞ്ഞ, അതുപോലെ തന്നെ ഈ പച്ച കളർ, അങ്ങനെ ഫുള്ള് കളറായിട്ടുള്ള ഐറ്റംസുകളാണ്. രാജസ്ഥാൻകാരെന്ന് പറഞ്ഞല്ലേ കളറിനോട് കൂടുതൽ ഏറ്റവും കൂടുതൽ ക്രേസ് ഉള്ള ആൾക്കാരാണ്. അപ്പൊ അവിടുത്തെ എല്ലാതെ ഈ സാരികളാണല്ലോ അവരുടെ ഡ്രസ്സുകളാണല്ലോ ഒക്കെ നല്ല കളർഫുൾ ആയിരിക്കും. ചുന്തിരി മുകളിൽ അതുപോലത്തെ ഐറ്റംസുകളാണ് ഫുള്ള്. ഇവിടെ മൊത്തം അങ്ങനത്തെ ചെരുപ്പുകളാണ്. ഇവിടെ വന്നപ്പോ നമുക്ക് വിശപ്പ് തേൻ മിഠായി 2 ടൈപ്പ് ഉണ്ട്, ചുവപ്പുണ്ട്. അതെ, മിഠായികളുടെ വിപുലമായ ശേഖരണമാണ്. അത് മാത്രല്ല ഇവിടെ കണ്ടപ്പോ പല്ലി അല്ലേട്ടാ, മുതല മിഠായി. മിഠായി ആണത്, മിഠായി അതെ അല്ലേ? അതെ, അങ്ങനത്തെ ഒക്കെ കണ്ടു. മുതല മിഠായി ചോക്ലേറ്റ് കൊള്ളാം. ഗോൾഡ് കോയിൻ, പലതരത്തിലുള്ള
പൈസ ടൈപ്പ് കൊള്ളാലോ, കൊള്ളാട്ടോ, അടിപൊളി. അങ്ങനെയെല്ലാം മാംഗോ മിഠായി, നമ്മുടെ സ്പെഷ്യൽ നാരങ്ങ മിഠായി, നാരങ്ങ മിഠായി, എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ. മിഠായികളുടെ ഒരു വൻ ശേഖരം എന്ന് പറഞ്ഞാൽ ഇതാണ്. എല്ലാത്തിന്റെ ശേഖരം ഒരു കടയിലത്തെ അല്ല, ഒരു 10-300 കടയിലത്തെ മിഠായികൾ, പല ടൈപ്പിലുള്ള പലതരത്തിലുള്ള കംപ്ലീറ്റ് ഉണ്ട് ഇവിടെ. ഓരോരോ മുതലടക്ക് ഞാൻ ഇട്ടിപ്പോയി കണ്ടു, ഞാൻ ആദ്യമായിട്ട് കാണുന്നത്, വീഡിയോ കണ്ടു യൂട്യൂബിലൊക്കെ, എന്നാലും മുതലയുടെ നേരിട്ടാണ് കെട്ടിയതാണ്. വളരെ അടിപൊളി മിഠായികൾ. സ്റ്റിക്ക് നോക്കിയൊക്കെ, മിഠായി സ്റ്റിക്ക് എന്ത് കളറുകളാണ് നോക്കിയൊക്കെ, നല്ല സ്റ്റൈലും കളേഴ്സും ഒക്കെ. ഇത് ഒരു പരസ്യമുണ്ട്, ചോക്ലേറ്റ് ഡൊണോയുടെ ഫാന്റാസ്റ്റിക് എന്ന് പറഞ്ഞിട്ട്, അതിൽ കാണുന്നുണ്ട് പാക്കറ്റിൽ വന്നത്. ഇതിപ്പോ അത് കാണുന്നുണ്ട്, ഇതിപ്പോ അല്ലാണ്ട് തുറന്നു വെച്ചിരിക്കാം മൊത്തത്തില്, കണ്ടിട്ടില്ലേ അങ്ങനെ പാക്കറ്റിലിടാതെ. കൊള്ളാം. ഈ പച്ചയും ചോക്ലേറ്റ് ഡൊണോയുടെ കളർ കോമ്പിനേഷൻ ആണ് ഭംഗിയാണ് ഏറ്റവും ഭംഗി. പച്ച, അതുപോലെ തന്നെ ഈ കളറ് ബ്രൗൺ, മെറൂണ്, ഈ കളറ് പിങ്ക്, മഞ്ഞ, അങ്ങനെ 2 കോമ്പിനേഷൻ. പേട പലതരത്തിലുള്ള പേടകളൊക്കെ ഉണ്ട്. 80 രൂപ അല്ലേ? അതെ അതെ, നമ്മളിട്ട് വാങ്ങിച്ചിട്ടുണ്ട് ഇതേപോലെ. ഈ പേട മേടിച്ചിട്ടുണ്ട്, അടിപൊളി ടേസ്റ്റാ, നല്ല ടേസ്റ്റ്. ഇവിടെ കൂളർ എത്തി, ഇച്ചിരി തണക്കാൻ നമുക്ക്. ഇനി ഇത്ര നേരം നടന്നതല്ലേ, കൂടാവാനുള്ള കൂളർ ഉണ്ട് ഇവിടെ. എന്തോരം കൂളറുകളാ, കമ്പനിയുടെ കമ്പനിയുടെ കൂളറുകൾ. പഴയ ഫാന് 2000 രൂപ. പഴയ ഫാൻ കൊടുത്താൽ 2000 രൂപ ഡിസ്കൗണ്ട് ചെയ്തിട്ട് തരും നമുക്ക്. കൊള്ളാം. അങ്ങനെയാണ്. അടിപൊളി. ഇവിടെ എത്തുമ്പോ തന്നെ ഫുള്ള് തണുപ്പാ, നല്ല കാറ്റാ. ഒന്ന് പോവാൻ തോന്നുന്നില്ല. ഇവിടെ കിച്ചനെ കുപ്പി, അതുപോലെ തന്നെ സ്കൂൾ കുട്ടികൾക്ക് സ്കൂൾ തുറക്കാൻ പോകല്ലേ, ഇനിയിപ്പോ 1 മാസം കൂടി കഴിഞ്ഞാൽ സ്കൂൾ തുറക്കായി. അപ്പൊ കുട്ടികൾക്ക് വേണ്ട വെള്ളം കുപ്പി, അതായത് വാട്ടർ ബോട്ടില്, അങ്ങനെയുള്ള ഐറ്റംസുകളുണ്ട്. അങ്ങനെ LKG പോണ കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഐറ്റംസുകളൊക്കെ ഉണ്ട്. 2 ലിറ്ററിന്റെ അല്ല, അത് 1 ലിറ്റർ ആയിരിക്കും, അല്ലെങ്കിൽ 1.5 ലിറ്റർ. മിലിറ്ററിയിലൊക്കെ ഉണ്ട്, മിലിറ്ററിക്കാരൊക്കെ. പക്ഷെ ഇതിന്റെ വേറെ പ്രത്യേകത ഉണ്ടാ, ഇതിങ്ങനെ പിടിക്കാനുള്ളത്, ഇങ്ങനെ പിടിച്ച് വെള്ളം കുടിക്കണ്ട, അങ്ങനെ ഒരു കാര്യം. മുകളിലൊക്കെ കെട്ടി തൂക്കിയിട്ടുണ്ട് കേട്ടോ. ഇൻസ്ട്രുമെന്റ് ബോക്സ് അല്ലേ, ഇൻസ്ട്രുമെന്റ്, അതായത് നമ്മുടെ പേന, പെൻസിൽ ഒക്കെ കുട്ടികൾക്ക് ഇടാൻ വേണ്ടിയിട്ടില്ലേ, അത് പെൻസിൽ. അതുപോലെ തന്നെ കീ ചെയിൻ, അങ്ങനെ ഐറ്റംസുകളാണ് കംപ്ലീറ്റ്. കത്തിപ്പേന ഉണ്ട് കേട്ടോ, കത്തിപ്പേന. അതെങ്ങനെയാണ്, അതിങ്ങനെയാണ് ഇതിന്റെ ഉപയോഗം. കൊള്ളാം. അതൊന്നും പിടിക്കില്ല. പെൻസിലുകൾ, പേനകള്, കീ ചെയിൻ ഐറ്റംസ് ഇവിടെ വന്നാൽ കാണാം. സൂപ്പർ ഐറ്റംസ് ആണ്. എലിയെ പിടിക്കുന്ന പശ, എലിയെ പിടിക്കുന്ന പശ അത് കണ്ടോ?